ഞാനിന്ന് ജീവനോടെ ഇരുന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ സ്നേഹപൂർണമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ്. മരണത്തിൻ്റെ കയ്യിൽ നിന്ന് എന്നെ ഒന്നിലധികം തവണ രക്ഷപ്പെടുത്തിയ ആളാണ് നാമെല്ലാം ആദരിക്കുന്ന ശ്രീ പിണറായി വിജയൻ. നന്ദി എന്ന വാക്ക് പതുക്കെ പതുക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി വരികയാണ്. പക്ഷേ എന്നെപ്പോലെയുള്ള പഴമക്കാർക്ക് ആ വാക്ക് മറക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. ദശകങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ചിക്കൻ ഗുനിയ എന്ന മഹാമാരി വന്നു. ഡോക്ടർമാർ ഒന്നും തന്നെ കോളേജുകളിൽ ചിക്കൻ ഗുനിയയെക്കുറിച്ച് പഠിച്ചിരുന്നില്ല. അവർ പരത്തി വെടിവെക്കുകയായിരുന്നു. കേരളത്തിൽ ആദ്യമായി ചിക്കൻ ഗുനിയ ബാധിച്ച ഭാഗ്യവാന്മാരിൽ ഒരുവൻ ഞാനായിരുന്നു. ഞാൻ പോയത് അന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായി. അന്നത്തെ ഒരു സൊസൈറ്റിയുടേതാണ്, ഗവൺമെൻറ് ഏറ്റെടുത്തിരുന്നില്ല. നിത്യവും രാത്രി എത്രയോ മരണമാണ്. ശവങ്ങളെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുകയില്ല. അന്നൊരു ദിവസം എൻ്റെ കിടക്കയിൽ അപരിചിതനായ ഒരു മനുഷ്യനും ഭാര്യയും 3/4 മണിക്കൂർ നേരം വന്നിരുന്ന് എന്നെ ആശ്വസിപ്പിച്ചു. അത് ശ്രീ പിണറായി വിജയനും ഭാര്യ കമലയും ആയിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് അന്നായിരുന്നു. അദ്ദേഹം ഡോക്ടർമാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകി പോവുകയും ചെയ്തു. ഭാഗ്യത്തിന് ഞാൻ തൽക്കാലം രക്ഷപ്പെട്ടു. തൽക്കാലം എന്ന് പറയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ സുഖക്കേട് ഭേദമായി വീട്ടിലേക്ക് പോയെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ ശ്രീമാൻ ചിക്കൻ ഗുനിയ എന്നെ വീണ്ടും കാണുവാൻ വന്നു. വിടില്ല നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ ഒരാഴ്ചയിലധികം കിടന്നു. പക്ഷേ ഡോക്ടർമാരുടെ സ്നേഹപൂർണമായ പരിചരണം, ശ്രീ പിണറായിയുടെ ഇടപെടൽ, ഇതൊക്കെ കൊണ്ട് ഞാൻ മരണത്തിൻ്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെട്ടു ഒരു വിഷമവും കൂടാതെ മടങ്ങിയെത്തുകയും ചെയ്തു. പിന്നീട് കോവിഡ് കാലമാണ്. കോവിഡ് കാലവും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ കിടന്നത് പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അന്നും പിണറായിയുടെ സ്നേഹപൂർണമായ ഇടപെടലുകൾ. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. നിത്യവും ഡോക്ടർമാരെ കുറിച്ച് അന്വേഷിക്കും, എന്തായി, എങ്ങനെയുണ്ട്, എന്തൊക്കെ ചികിത്സയാണ് നിങ്ങൾ ചെയ്യുന്നത്. കോവിഡിനും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. അവിടെയും തീർന്നില്ല. കഷ്ടിച്ച് ഒരു കൊല്ലം മുമ്പേ ഒരു വിഷമവുമില്ലാതെ ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ റേഡിയോ സർവീസിന് വേണ്ടി ഒരു കഥ റെക്കോർഡ് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ അത് പകുതിയായപ്പോൾ
എനിക്ക് ശബ്ദം കിട്ടാതെയായി. എത്ര ശ്രമിച്ചിട്ടും ശബ്ദം വരുന്നില്ല. വിയർത്തു, ശരീരം മുഴുവൻ വിയർത്തു. ആരോടും ഒന്നും സംസാരിക്കുവാൻ കഴിയുന്നില്ല. മാരകമായ ഒരു സ്ട്രോക്കിൻ്റെ തുടക്കമായിരുന്നു അത്. അപ്പോൾ തന്നെ എൻ്റെ സഹായിയും ആത്മസുഹൃത്തുമായ രാമചന്ദ്രൻ ക്ലിഫ് ഹൗസിലേക്ക് ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉടനെ അവിടെ നിന്ന് ശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ ആശുപത്രിയിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം വന്നു. അതനുസരിച്ച് 3/4 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെത്തി. അന്ന് ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് സീനിയർ ഡോക്ടർമാരിൽ മിക്കവരും ഓഫായിരുന്നു. അവർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ചികിത്സിക്കേണ്ട ന്യൂറോളജിസ്റ്റാണ് സ്ട്രോക്ക് വന്ന രോഗികൾ ചികിത്സിക്കേണ്ടത്. അദ്ദേഹത്തോട് പിണറായി നേരിട്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് അദ്ദേഹവും കൂട്ടരും ആശുപത്രിയുടെ കവാടത്തിൽ തന്നെ എൻ്റെ വരവും പ്രതീക്ഷിച്ച് അവിടെ കാത്തു നിന്നിരുന്നു. 5-10 ദിവസം ഏതൊരു വ്യക്തിക്കും ഏതു കോടീശ്വരനും കിട്ടാവുന്ന ഏറ്റവും മികച്ച പരിചരണം എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ സ്ട്രോക്കിൽ നിന്നും ഞാൻ മുക്തനായി. ഇപ്പോഴും പീരിയോഡിക്കലായി ആശുപത്രിയിൽ പോകണം, ന്യൂറോളജിസ്റ്റിനെ കാണണം. അദ്ദേഹം മരുന്നുകൾ നോക്കും, എന്നെ ടെസ്റ്റ് ചെയ്യും. ചില മരുന്നുകൾ കുറക്കും, ചിലത് കൂട്ടിച്ചേർക്കും. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് അദ്ദേഹം എന്നോട് പറഞ്ഞു, വല്ലാത്ത ക്ഷീണം കാണുന്നു. സത്യത്തിൽ എനിക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞു, ശരിയാണ്, വലിയ ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. പിണറായി പറഞ്ഞു, നിങ്ങൾ മദ്രാസിലെ അപ്പോലോ ഹോസ്പിറ്റലിലേക്ക് പോകണം. അവിടെ പോകേണ്ട ചിലവ് മാത്രമേ നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടൂ. ബാക്കിയൊക്കെ ആശുപത്രി നോക്കിക്കോളും. അതിൻ്റെ എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യും. നിങ്ങളും സഹായി രാമചന്ദ്രനും സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് അപ്പോളോവിൽ മദ്രാസിൽ പോകണം. മദ്രാസിൽ ധനാഢ്യരായ സുഹൃത്തുക്കൾ ധാരാളമുള്ളതുകൊണ്ട് മദ്രാസിലെ ജീവിതം എനിക്കൊരു വിഷമവും ഉള്ളതല്ല. ഞാൻ പഠിച്ചതും 3 കൊല്ലം മദ്രാസിലാണ്. ഞാൻ മദ്രാസിലേക്ക് അന്നത്തെ പ്ലെയിനിൻ്റെ തന്നെ മദ്രാസിലേക്ക് പോയി. എൻ്റെ സ്നേഹിതൻ എന്നെ കൂട്ടാൻ വന്നിരുന്നു. എന്നേക്കാൾ 2 വയസ്സ് മൂക്കുന്ന സ്നേഹിതൻ, കുഞ്ഞിക്കണ്ണൻ. പക്ഷേ പിണറായി പറഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് ആൾക്കാരും വന്നിരുന്നു. ഞാൻ ആശുപത്രിക്കാരുടെ കൂടെയാണ് പോയത്. അവർ അവിടെയുള്ള മികച്ച ഒരു ഹോട്ടലിലാണ്
എനിക്ക് താമസമൊരുക്കിയത്. പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടറെ കണ്ട് ആകെ 2 ദിവസം താമസിച്ച് രാവിലെ തൊട്ട് സന്ധ്യ വരെ ടെസ്റ്റുകൾ, പലമാതിരി ടെസ്റ്റുകൾ എല്ലാം ചെയ്തു. ഒടുവിൽ ഈ ടെസ്റ്റിൻ്റെ ഫലം വാങ്ങി അവിടെ നിന്ന് മടങ്ങി. അപ്പോഴാണ് അറിഞ്ഞത് ആ ഡോക്ടർ ചൊക്ലിക്കാരനാണ്, ആ ഡോക്ടർ പിണറായിയുടെ നാട്ടുകാരനാണ് എന്ന് അപ്പോഴാണ് അറിയുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഒടുവിലത്തെ ദിവസം പോയി എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ഗണഗുണ എന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ശുദ്ധ വടക്കൻ മലയാളത്തിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോഴാണ് അദ്ദേഹം ചൊക്ലിക്കാരനും പിണറായിയുടെ അടുത്ത സുഹൃത്തുമാണ് എന്ന് തോന്നിയത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ധാരാളമുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. എന്നോടുള്ള ഒരു കടമ, എന്നോടുള്ള സത്യസന്ധത, അത് നിറവേറ്റാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയാം. എൻ്റെ സമ്മതിദാനം, വോട്ടവകാശം ഇവിടെയല്ല. ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ. എനിക്ക് ഇവിടെയാണ് സമ്മതിദാനമെങ്കിൽ അത് തീർച്ചയായും ശ്രീ പിണറായി വിജയനായിരിക്കും എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി.